ഹായ് സുന്ദരീസ്. അപ്പോൾ ഞാൻ ഇമ്മക്കുട്ടീനെ സ്കൂളിൽ വിട്ട് അങ്ങനെ ജിമ്മിൽ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് പോണ വഴിക്ക് ചിക്കനും പിന്നെ പച്ചക്കറിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ പോയിട്ടോ. അതാണ് ജിമ്മിൽ വരുന്നതിൻ്റെ വേറൊരു ഗുണം. തിരിച്ച് പോണ വഴിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടങ്ങ് പോകാമല്ലോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇളനീരുണ്ടല്ലോ ഇങ്ങനെ കുത്തി ഇതാക്കാവുന്ന സാധനം ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട്, 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ കറി തന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. ഒരു ഹെൽത്തി ചിക്കൻ കറിയാണ്. എനിക്കറിയാം, ഞാൻ വയ്ക്കുന്ന ചിക്കൻ കറി കാണുമ്പോൾ ഭയങ്കര ആർക്കും ഇഷ്ടപ്പെടാറില്ല, കളറില്ല, ഭയങ്കര ഇങ്ങനെ വെള്ളത്തോടുക്കനെയാണ്. ശരിയാട്ടോ, അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ അധികം എണ്ണയോ അധികം മസാലകളൊക്കെ അങ്ങനെ വളരെ കുറവാണ്. ഞാനും ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ഹസ്ബൻഡും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ എൻ്റെ അനിയനുണ്ടെങ്കിൽ അവനും അവനും അത്യാവശ്യം നന്നായിട്ട് ഡയറ്റ് നോക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അനിയനും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അമ്മയും കഴിക്കും, പക്ഷേ അമ്മയ്ക്ക് എൻ്റെ ചിക്കൻ കറി അത്ര ഇഷ്ടമല്ല. എൻ്റെ അമ്മയുടെ ചിക്കൻ കറി അടിപൊളിയാണ്. അത് കഴിച്ച് ശീലമുള്ളവർക്ക്, നമുക്കാണെങ്കിൽ അത് കഴിച്ച് ശീലമുള്ള കാരണം ഇങ്ങനത്തെ കഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇവഞ്ച്വലി നമുക്ക് എല്ലാം അങ്ങ് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഞാനെന്താ ചെയ്യുക വെച്ചാൽ ഈ ചിക്കൻ എല്ലാം കൂടി കുക്കറിൽ വെച്ചിട്ട് അങ്ങ് വേവിക്കും, മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങ് വേവിക്കും. പിന്നെ അപ്പുറത്തെ പാത്രത്തിൽ സവോളയും തക്കാളിയും കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കുറച്ചിങ്ങനെ കുഴകുഴാന്നുള്ള പരുവത്തിലാവുമ്പോൾ ആ ചിക്കൻ വെന്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് ഇടും. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. വളരെ മിതത്തുള്ളതാണ്. എന്ന് വെച്ചാൽ അധികം എണ്ണയും അതുപോലെ മസാലയും അതൊക്കെ കുറച്ച് കുറവായിരിക്കുന്നു മാത്രം. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ ഡിന്നറിനൊക്കെ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പമോ ദോശയുടെ ഒപ്പമോ ഒക്കെ അങ്ങ് കഴിക്കാമല്ലോ. അത് സെറ്റായി എന്നുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് സാലഡിന് വേണ്ടിയൊക്കെ അരിഞ്ഞു വെച്ചു. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വയ്ക്കും. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത് റെഡിയാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറി കേട്ടോ. ഞാൻ രാവിലെ തന്നെ എല്ലാ പണികളും തീർത്ത് അടുക്കള ക്ലീൻ ചെയ്തിട്ടാണ് മുകളിലേക്ക് വരിക. എന്നിട്ട് ഞാൻ എൻ്റെ ഷൂട്ടും ജോലികളും ഒക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യും. ഇതങ്ങ് റുട്ടീനായിട്ടങ്ങ് ഫോളോ ചെയ്യണതാണ്. അപ്പോൾ ഇന്നൊന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്യുന്നില്ല, പകരം ഇന്ന് വൃത്തിയാക്കൽ ദിവസമാണ് കേട്ടോ. ഇടയ്ക്ക് സ്റ്റുഡിയോ അങ്ങ് കുറച്ചങ്ങോട്ട് അലമ്പായി പോവും. നമ്മൾ കുറേ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ്സും അതുപോലെ മേക്കപ്പൊക്കെ കറപറാന്ന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഞാൻ മാറ്റി റെഡിയാക്കി നല്ല വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ആദ്യം ആ ഒരു പുതുമ നഷ്ടപ്പെടുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഔട്ട്ഫിറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കിടന്നു തുടങ്ങും. ആവുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ചെയ്ത് വയ്ക്കും. ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും, മടിയാവുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇടും. അപ്പോൾ പിറ്റേ ദിവസം ശരിയാക്കും. അങ്ങനെയാണ് ഒരു ഇതിലങ്ങ് പോകുന്നത്. അപ്പം ഇപ്പം എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാം നല്ല വൃത്തിയായി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ.